നിങ്ങൾക്ക് കുറച്ച് കാശിന് നിങ്ങൾക്ക് വിവോയുടെ എക്സ് സീരീസിലേക്ക് വരണമെങ്കിൽ പറ്റിയൊരു ഓപ്ഷനാണ് ഈ ഒരു X300 എന്ന് പറയുന്നത് കേട്ടോ. ഇതൊരു വാല്യൂ ഓപ്ഷനാണ്. അതിൻ്റെ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് X300 Proയിൽ കിട്ടുന്ന മിക്ക കാര്യങ്ങളും ഇതിനകത്ത് കിട്ടുന്നുണ്ട്. ലൈക്ക് സെയിം പാർ ലെവൽ ഓഫ് പെർഫോമൻസ് കിട്ടുന്നുണ്ട്. ലൈക്ക് ഡയമൻസിറ്റിയുടെ 9500 തന്നെയാണ് നിങ്ങൾക്ക് ഇതിനകത്തും കിട്ടുന്നത്. ഇതിനകത്ത് ക്ലോക്ക് സ്പീഡുകളിലെ കുറച്ച് വ്യത്യാസങ്ങൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി മറ്റ് കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ബാറ്ററിയിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രോ സീരീസിൽ നമുക്ക് 6510 mAh ആണ് കിട്ടുന്നത്. അതിനകത്ത് 6040 mAh കിട്ടുന്നുണ്ട്. ഇതൊരു കുഞ്ഞു ഫോണാണ് കേട്ടോ. അപ്പോൾ ആ ഒരു റേഞ്ചിൽ നോക്കുകയാണെങ്കിൽ അതിനേക്കാളും പെർഫോമൻസ് നിങ്ങൾക്ക് ഇതിനകത്ത് കിട്ടും. ക്യാമറയിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സൂം റേഞ്ച് ഓപ്ഷൻസ് ഒക്കെ കിട്ടുന്നുണ്ടെങ്കിൽ ക്വാളിറ്റി എന്ന് പറയുന്നത് കുറച്ച് സ്ലൈറ്റ്ലി ലോവർ ആണ് കേട്ടോ നോർമൽ X300ലേക്ക് വരുന്ന സമയത്ത്. പിന്നെ ക്യാമറ സാമ്പിൾസ് എടുത്ത സമയത്ത് നമുക്ക് അങ്ങനെ അൺയൂസബിൾ ആയിട്ടുള്ള രീതിയിലൊന്നുമല്ല, വളരെ യൂസബിൾ ആയിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് വളരെ കിഡ്ലം സൂം ഷോട്ട്സും മാക്രോ ഷോട്ട്സും ഒക്കെ നിങ്ങൾക്ക് എടുക്കാൻ ഈ ഒരു ഫോണിനകത്തും പറ്റും. ഇനി ഡിസ്പ്ലേയിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെയിം റെസൊല്യൂഷൻ തന്നെയാണ് കിട്ടുന്നത്. ഇതിൻ്റെ ഒരു കുഞ്ഞ് ഡിസ്പ്ലേ ആണെന്നേ ഉള്ളൂ. 6.31 inches ആണ് കൊടുത്തിട്ടുള്ളത്. മറ്റതുപോലെ തന്നെ 120 ഹെഡ്സിൻ്റെ റിഫ്രഷ് റേറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1.5K പ്ലസ് റെസൊല്യൂഷൻ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ബാക്കി കാര്യങ്ങളെല്ലാം ഉണ്ട്. 4500 nits പീക്ക് ബ്രൈറ്റ്നസ്സും കൊടുത്തിട്ടുണ്ട്. ബാക്കി കാര്യങ്ങളെല്ലാം സെയിം ആണ് കേട്ടോ. ഡിസ്പ്ലേയിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെയിം ആയിട്ടുള്ള സ്പെക്ക് ഇതിനകത്തും കിട്ടുന്നുണ്ട്. ഈ ഫോണിൽ നിന്ന് ഈ ഫോണിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾ ലാഭിക്കാൻ പോകുന്നത് 34,000 രൂപയാണ് കേട്ടോ. ഈ ഒരു 34,000 രൂപയ്ക്ക് അഡീഷണൽ ആയിട്ട് ആ ഫോണിൽ എന്താണ് കിട്ടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു സൂം ക്വാളിറ്റിയിൽ കുറച്ച് ഡിഫറൻസ് ഉണ്ട്. അതുപോലെ തന്നെ പെർഫോമൻസിൽ കുറച്ച് വ്യത്യാസങ്ങളുണ്ടാവാം. ഇത് ഒഴിച്ചു കഴിഞ്ഞാൽ വലിയൊരു വാല്യൂ പ്രൊപ്പോസിഷൻ നൽകുന്നത് X300 തന്നെയാണ് കേട്ടോ. ബാക്കി അത് കാര്യങ്ങളൊക്കെ ഒഴിച്ചു കഴിഞ്ഞാൽ നല്ലൊരു ഫോൺ തന്നെയാണ് X300 എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഐ ഹൈലി റെക്കമെൻഡഡ് ദ X300.